നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. പെരിയ ഇരട്ട കൊലപാതക കേസിലെ സ്റ്റേ കള്ളപ്രചാരണ വേലകൾക്കേറ്റ തിരിച്ചടിയെന്ന് എം.വി. ജയരാജൻ. കെ.വി. കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർക്ക് ഹൈക്കോടതി ശിക്ഷാവിധിയിൽ സ്റ്റേ അനുവദിച്ചതിൽ നിന്നും വ്യക്തമായതെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം.വി. ജയരാജൻ പറഞ്ഞു. പെരിയ ഇരട്ട കൊലപാതക കേസിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് അന്നേ CPM പറഞ്ഞിരുന്നതായി ജയരാജൻ കൂട്ടിച്ചേർത്തു. കള്ളക്കേസിൽ പെടുത്തിയതാണെന്ന് വ്യക്തമാക്കുന്നതാണ് 2 ദിവസത്തിനകം ഹൈക്കോടതിയിൽ നിന്ന് അവർക്ക് ലഭിച്ച ജാമ്യം. അവരുടെ പേരിലുള്ള കേസെന്താ? അവർ 2019 ഫെബ്രുവരി 18-ാം തീയതി പോലീസ് ജീപ്പിൽ ഉണ്ടായിരുന്ന പെരിയ കേസിലെ 2ാം പ്രതിയായ സജി ജോർജിനെ മോചിപ്പിക്കാൻ നേതൃത്വം കൊടുത്തു. മോചിപ്പിക്കുന്നതിന് അവർ ഗൂഢാലോചന നടത്തിയെന്ന് CBI കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് വിചാരണ കോടതി തന്നെ തള്ളിക്കളഞ്ഞു. ആ വാദം സ്വീകരിച്ചില്ല. ഈ നേതാക്കൾ പെരിയയിലെ കൊലപാതകത്തിന് നേരിട്ട് പങ്കാളികളോ ആ സംഭവത്തിന് മുമ്പ് ഗൂഢാലോചനയിൽ പങ്കെടുത്തവരോ ആണെന്ന ആക്ഷേപം CBI കുറ്റപത്രത്തിൽ ഒരിടത്തും കാണാൻ കഴിയില്ല. CBI അന്വേഷണം ഏറ്റെടുത്തതിന് ശേഷം നേതാക്കളെ പ്രതിയാക്കണമെന്ന ഒറ്റ കാരണത്താൽ രാഷ്ട്രീയ നിർദ്ദേശമാണ് കൂട്ടിലിട്ട തത്തയായ CBI നടപ്പാക്കിയത്. അതിനു മുമ്പ് അന്വേഷണം നടത്തിയ പോലീസ് ഈ സംഭവത്തിൽ നേതാക്കന്മാർ ആരെങ്കിലും പങ്കാളികളാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല. അതായിരുന്നു സത്യവും. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് അന്നേ CPM പറഞ്ഞിരുന്നു. കൊല്ലപ്പെട്ടവരും പീതാംബരനും തമ്മിലുള്ള വ്യക്തിപരമായ തർക്കമാണ് കൊലയിലെത്തിയത്. ഇതിൽ പീതാംബരനെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കൂട്ടിലിട്ട തത്തയായ CBI നേതാക്കൾക്കെതിരെ കെട്ടിച്ചമച്ചതാണ് പെരിയ കേസെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്ന് MV ജയരാജൻ പറഞ്ഞു. സജു ജോർജിനെ ജീപ്പിൽ നിന്നും ഇറക്കിയതിനാണ് കുഞ്ഞിരാമനെ വധക്കേസിൽ പ്രതിയാക്കിയത്. ഹൈക്കോടതി വിധി വിഷലിപ്തമായ CPM വിരുദ്ധ പ്രചാരവേല നടത്തുന്ന മാധ്യമങ്ങൾക്കും കോൺഗ്രസിനും തിരിച്ചടിയാണെന്നും MV ജയരാജൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്.